Hi nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. 1 mark challenge for Kerala PSC DME staff nurse exam. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓർ ഹൈപ്പോഫൈസിസ്. അപ്പോൾ എല്ലാ മിക്ക പരീക്ഷകളിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹോർമോൺസ് അല്ലെങ്കിൽ അതിൻ്റെ അനാട്ടമി റിലേറ്റ് ചെയ്ത് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തുക. ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു അപ്ഡേറ്റ്സ് നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് എക്സാംസ്, അതുപോലെ DHS നേഴ്സിംഗ് ട്യൂട്ടർ, വരാൻ പോകുന്ന എയിംസ് അതിൻ്റെ എക്സാംസിനുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചസ് റണ്ണിങ് ആണ്. അപ്പം ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ അഡ്മിഷൻ നമ്പറായ 8281002707 എന്നുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹൈപ്പോഫൈസിസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹൈപ്പോഫൈസിസ് അല്ലെ. അപ്പൊ നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിലിരിക്കുന്ന ഒരു മാസ്റ്റർ ഗ്ലാൻഡ് ആണ് എന്തെന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് വരാം. അപ്പൊ പോയിന്റ് സെറ്റ് ചെയ്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പരീക്ഷ ആയതുകൊണ്ട് MCQ ആയതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻസ് പോയിന്റുകൾ മാത്രം പരീക്ഷയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒറിജിൻ അല്ലെ, പിറ്റ്യൂട്ടറി ഈസ് എ ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഈസ് ദ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ അല്ലെ, ബ്രെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ഒറിജിൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് ഫ്രം ദ എക്ടോഡെയിമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഷേപ്പ് അല്ലെ, ഷേപ്പ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്കറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ചെറിയ പി ഷേപ്പിലാണ് വരുന്നത് അല്ലെ, പയറുമണി പോലെ ഇരിക്കുന്ന രണ്ട് ഗ്ലാൻഡ് ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതാം, ഷേപ്പ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് പി ഷേപ്ഡ് ആണ് ഇതിന്റെ ഷേപ്പ് വരുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ. വെയിറ്റ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. വെയിറ്റ് ഈസ് 500 milligram to 1 gram. Up to 1 gram is the weight of the pituitary gland അല്ലെ. സെയിം തന്നെ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 centimeter അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 1 gram വെയിറ്റ് ആൻഡ് 1 centimeter ഡയമീറ്റർ അല്ലെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ലൈസ് ചെയ്യുന്നത് അല്ലെ? ലൈസ് ചെയ്യുന്ന ഒരു ഫോസയുണ്ട് ക്രേനിയൽ ഫോസയിൽ, സെല്ലാട്ടോണിക്ക എന്ന് പറയുന്ന പോർഷനിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പോയിന്റും നമ്മൾ പഠിച്ചു. അടുത്ത ലൈസ് ചെയ്തിരിക്കുന്ന ബോൺ ഏതാണ്? ക്രേനിയൽ ബോൺ ഈ സ്പീനോയിഡ് ബോണിലാണ്. സ്പീനോയിഡ് ബോണിലാണ് ഏതിരിക്കുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത് അല്ലെ. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു, എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഹൈപ്പോ തലാമസ് അല്ലെങ്കിൽ ഹൈപ്പോ തലാമസ് സ്റ്റാക്കുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് കണക്റ്റഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കണക്ട് ചെയ്തിരിക്കുന്നു, ഹൈപ്പോ തലാമസ് സ്റ്റാക്ക്. ഓക്കെ, പാർട്സ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ. നമുക്ക് ഇവിടെ എടുക്കാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്ക് കാണാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 1, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ. ഇതിന് സെൻട്രലി ആയിട്ട് എന്തുണ്ട്? ദർ ഈസ് എ മിഡിൽ ലോബ് ഉണ്ട് അല്ലെ. ആന്റീരിയർ ലോബ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബ്, ദർ ഈസ് എ മിഡിൽ ലോബ് കേട്ടോ. അപ്പൊ ഈ മിഡിൽ ലോബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല, അത് ഓൺലി ഫോർ ദ അനിമൽസിലാണ് എന്ത് ചെയ്യുന്ന മിഡിൽ ലോബ് അല്ലെ. മിഡിൽ ലോബിന് ജസ്റ്റ് എബോ ആയിട്ട് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ മിഡിൽ ലോബ് എന്ത് ചെയ്യുന്നില്ല, ഹ്യൂമൻ ബീങ്സിൽ അത്ര ഇമ്പോർട്ടൻസ് അല്ല കേട്ടോ. അപ്പൊ ഇവിടെ ഓർക്കുക, 2 ലോബ്സ് ആണ് വരുന്നത്, ആന്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ് അല്ലെ. അപ്പൊ ആന്റീരിയർ ലോബ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് ബോട്ട് അഡിനോഫൈസിസ് അല്ലെ. എന്ന് വെച്ചാൽ അഡിനോ സെൽസുകളുണ്ട് അല്ലെ. അഡിനോ സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോർമോൺ സെക്രീറ്റിംഗ് സെൽസ് പ്രസന്റ് ആണ് അല്ലെ. ഇനി അതുപോലെ നമുക്ക് പോസ്റ്റീരിയർ, രണ്ടാമത്തെ പോസ്റ്റീരിയർ ലോബ് അല്ലെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂറോഫൈസിസ്. ഓക്കെ, ഇനി രണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് ദർ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലോബ് അല്ലെ. രണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ദർ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലോബ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ, ഒറിജിൻ ഫ്രം എക്ടോഡൈം ഓഫ് ദ embryo, shape P-shaped gland, weight 500 milligram to 1 gram, diameter is 1 centimeter, lies on the
സെല്ല ടൂണിക്ക ഫോസ ഓഫ് ഏത് ബോൺ? ലൈങ് ബോൺ ഈസ് സ്പീനോയിഡ് ബോൺ. ദ കണക്ഷൻ ബിറ്റ്വീൻ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി കണക്ഷൻ, അല്ലെ ഹൈപ്പോതലാമസ് സ്റ്റാക്ക് കണക്ഷൻ. പാർട്സ്, രണ്ട് പാർട്സ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അല്ലെങ്കിൽ രണ്ട് ലോബ്സ്, ആന്റീരിയർ ലോബ് and posterior lobe. Anterior lobe is also called adenophysis. Posterior lobe is also called neurophysis. Okay. രണ്ടിനും ഇടയ്ക്ക് വരുന്ന there is a lobe is called intermediate lobe. Above the intermediate lobe there is a melatonin അല്ലെങ്കിൽ pineal gland is situated. Okay. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓൾസോ കോൾഡ് അഡിനോഫൈസോസ്, അഡിനോഫൈസിസ് or adenohypophysis. Adenohypophysis. Hypo means just below the pituitary gland or adenohypophysis. It includes two types of cells. Anterior pituitary is made by two sides of cell. One is chromatophilic. Second one is chromatophobic cell. രണ്ട് ടൈപ്സ് ഓഫ് സെൽ, ക്രൊമാറ്റോഫിലിക് ആൻഡ് chromatophobic cells. Okay, 50% is chromatophilic cell and 50% is chromatophobic cells. Okay, ഈ 50% സെല്ലുകളാണ് എന്തെന്ന് പറഞ്ഞാൽ ക്രൊമാറ്റോഫിലിക് സെൽസ് അല്ലെങ്കിൽ സെക്രീറ്ററി സെൽസ് എന്ന് വിളിക്കും, അല്ലെ. ഈ ക്രോമോഫിലിക് സെല്ലിന് സെക്രീറ്ററി ഫംഗ്ഷൻ ഇല്ല. there are protection of ക്രൊമാറ്റോഫിലിക് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രൊമാറ്റോഫോബിക് സെൽസുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിക്കസർ ഓഫ് ക്രോമോഫിലിക് സെൽസ്. ക്രോമോഫിലിക് സെൽസിന്റെ പ്രിക്കസർ ആണ് എന്തെന്ന് പറയുന്ന ക്രൊമാറ്റോഫോബിക് സെൽസ്, അല്ലെ. ഈ 50% നമുക്ക് 35% അസിഡോഫിലിക് സെൽസും 15% എന്താണ് ബീസോഫിലിക് സെൽസുകളുമാണ് വരുന്നത് കേട്ടോ. ഇത് പഠിച്ചു വെക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെ. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഓൾസോ കോൾഡ് അഡിനോഹൈപ്പോഫൈസിസ് എന്ന് വിളിക്കും, അല്ലെ. രണ്ട് ടൈപ്സ് ഓഫ് സെല്ലുകളാണ് വരുന്ന ക്രോമോഫിലിക് ആൻഡ് ക്രോമോഫോബിക് സെൽസ്. ക്രോമോഫിലിക് സെൽസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു അസിഡോഫിലിക് ആൻഡ് ബേസോഫിലിക്, അല്ലെ. ക്രോമോഫിലിക് സെൽസ് എന്താണ് ചെയ്യുന്നത്? ക്രോമോഫിലിക് ഈസ് ദ സെക്രീറ്ററി സെൽസ് അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ അഡിനോയിഡ് സെൽസ്, അല്ലെ. അഡിനോയിഡ് സെൽസ് സെക്രീറ്റിംഗ് ഹോർമോൺസ്. ക്രോമോഫിലിക് സെൽസ് ആർ ദ പ്രൊട്ടക്ഷൻ ഓഫ് chromophilic cells protection. There are the precursor of chromophilic cells. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിലോട്ട് വരാം. ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് നമ്മൾ അസിഡോഫിലിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് പഠിക്കണം, ബേസോഫിലിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പഠിക്കണം, അല്ലെ. നമ്മൾ വീണ്ടും 35% is acidophilic and 50% by basophilic cells of the pituitary gland, അല്ലെ. അസിഡോഫിലിക്സ് കോഡ് ഈസ് SM. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? S for somatotropic hormone. Somatotropic, it means it is a growth hormone. Then X is mammotropic. It means breast development and milk secretion by prolactin. Next, basophilic cells, the code is CTG. C for corticotropic cells which secrete corticotropic hormone. It is called ACTH, adrenocorticotropic hormones. Next, T for thyrotropic hormone. Thyrotropic hormone or it secrete TSH. Next, G is gonadotropic hormone. Gonadotropic hormones. It include two hormones, FSH and LH. Okay, this is the classification. Acidophilic
Symbol code is SM. Somatotropic and mammotropic. Somatotropic is the growth hormone. Mammotropic is the is by prolactin. The hormone is prolactin. Basophilic is CTG hormone. It include എന്തൊക്കെയാണ് മൂന്നെണ്ണം. C for corticotropic hormone അല്ലെങ്കിൽ adrenocorticotropic hormone. T is thyroid stimulating hormone അല്ലെങ്കിൽ thyrotropic hormones. Next gonadotropic hormones. It include FSH and LH. This is the anterior pituitary glandന്റെ ബ്രീഫ് ആയിട്ടുള്ള അനാട്ടമി. ഓക്കെ, ഇത്രയും മതി നമുക്ക് പരീക്ഷയ്ക്ക്. അടുത്ത നെക്സ്റ്റ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലേ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി വീണ്ടും നമുക്ക് പേരിടാം. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് ഓൾസോ കോൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ ഇവിടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ആന്റീരിയർ പിറ്റ്യൂട്ടറി എപ്പോഴും ഹോർമോൺ സെക്രേറ്റിംഗ് സെൽസുകളായ അഡിനോയിഡ് സെൽസുകളെ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് അല്ലേ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് കംപ്ലീറ്റ്ലി ന്യൂറോൺ സെൽ കേട്ടോ. അപ്പം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കംപ്ലീറ്റ്ലി എന്താണ്, ന്യൂറോൺ സെൽസുകളാണ് അല്ലേ. അപ്പോൾ അവിടെ ദർ ഈസ് നോ ബ്ലഡ് സപ്ലൈ അല്ലേ. ബ്ലഡ് സപ്ലൈ അല്ല അവിടെ ഇമ്പോർട്ടൻസ്, ന്യൂറൽ കണക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ അവിടെ രണ്ട് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ആണ് വരുന്നത്. ഒന്ന് നമ്മൾ ന്യൂറോൺ എപ്പോഴും പഠിക്കുമ്പോൾ ന്യൂറോണും കാണും, ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള എന്തുണ്ട് സപ്പോർട്ടിങ് സെൽസ്. അങ്ങനെ രണ്ട് ടൈപ്സ് ഓഫ് സെല്ലുകൾ കൊണ്ടാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഫോം ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡിങ് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ആൻഡ് പിറ്റ്യൂയിസൈറ്റ്സ്. Unmyelinated neurons and pituitocytes. Unmyelinated is the classical neuron and this is the neuroglial cell or protective cells of posterior pituitary neurons. Okay, unmyelinated neurons have ഒരു ന്യൂറോൺസ് എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് പാർട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുക അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ്സ് സെൽ ബോഡി ആക്സോൺ, ഇനി അതിൻ്റെ ടെർമിനൽ ബാർ ബോഡി അല്ലെ. ടെർമിനൽസിൽ എന്തുണ്ട്, ദർ ഈസ് എ സെക്രീറ്ററി ബാർ ബോഡി കേട്ടോ. അപ്പോൾ ഇവിടെ സെൽ ബോഡി ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസും ആൻഡ് ആക്സോൺ അല്ലെ. ആക്സോൺ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആക്സോണിൻ്റെ എൻഡിൽ വരുന്ന വെസിക്കിൾ കേട്ടോ. ആക്സോണിൻ്റെ എൻഡിൽ വരുന്ന വെസിക്കിൾ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ എവിടെയാണ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പിറ്റ്യൂസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ട് ആസ് എ പ്രൊട്ടക്ഷൻ അല്ലെ. അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ആകുമ്പോൾ ന്യൂറോൺസിന് മൈലിൻ ഷീത്ത് ഇല്ല. അപ്പോൾ മൈലിൻ ഷീത്തിന് പകരം പിറ്റ്യൂസൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ഹോർമോൺസിനെ എന്ത് ചെയ്യുന്നു, സെക്രീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുകയാണ്. അതായത് ഹൈപ്പോതലാമസ് നിർമ്മിക്കുന്ന രണ്ട് ഹോർമോൺസിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ്, വൺ ഈസ് ADH ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺസ്, രണ്ട് ഈസ് ഓക്സിറ്റോസിൻ അല്ലേ. അപ്പം ഓക്സിറ്റോസിൻ ആൻഡ് ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺസ് അല്ലേ. ഓക്സിറ്റോസിൻ ഫ്രം ദ സുപ്രാവെൻട്രിക്കൽ ന്യൂക്ലിയ ഓഫ് ദ ഹൈപ്പോതലാമസ് ആൻഡ് ADH from the paraventricular nuclei of the hypothalamus കേട്ടോ. അപ്പോൾ ഓക്സിറ്റോസിൻ സുപ്രാവെൻട്രിക്കുലാർ ആൻഡ് ADH ഈസ് ദ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓൾസോ കോൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. രണ്ട് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണ്, അൺമൈലിനേറ്റഡ് ന്യൂറോൺസ് ആൻഡ് പിറ്റ്യൂയിസൈറ്റ്സ്. Unmyelinated neurons containing cell axons and there is a bar body or it is a terminal vesicle. Okay, cell body is situated in the hypothalamus and axon is situated on the posterior pituitary. It is end with the bar body or terminal vesicle of the axon. അല്ലേ. അപ്പോൾ ഈ പിറ്റ്യൂസൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് neurons, unmyelinated neurons of the pituitary gland. Okay, it is the neuroglial cells. It secretes two hormones. First one is ADH from anti-diuretic hormones and oxytocin is from the supraventricular nuclei of the hypothalamus and ADH from the paraventricular nuclei of the hypothalamus. അവിടെ നിന്നും വരുന്ന രണ്ട് ഹോർമോൺസ് സെക്രീറ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്ന പിറ്റ്യൂസൈറ്റ്സ് കേട്ടോ. അപ്പോൾ ഈ അൺമൈലിനേറ്റഡ് ന്യൂറോൺസിൻ്റെ നമ്പർ കൂടെ ഇവിടെ പഠിച്ചു വെച്ചേക്കണം. നമ്പർ ഈസ് ടോട്ടൽ
10,000 ന്യൂറോൺസ് കൂടിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ നോക്കുക. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് ഓൾസോ കോൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇറ്റ് ഇൻക്ലൂഡ് 2 types of cells, unmyelinated neurons and pituocyte. Unmyelinated neurons have cell body, axons and bar body or terminal vesicles. Cell body is situated in the hypothalamus and axon is situated in the posterior pituitary. Function is to secreting 2 hormones, ADH and oxytocin. Oxytocin from paraventricular nuclei and ADH from the paraventricular nuclei and oxytocin from supraoptic nuclei. Paraventricular and supraoptic nuclei. കേട്ടോ, ആ 2 കാര്യങ്ങൾ പഠിച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോസ്റ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയുള്ള ബ്രീഫായിട്ടുള്ള അനാട്ടമി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പഠിച്ചതൊക്കെ ഒന്നും കൂടെ നോക്കാം. നമുക്ക് ജസ്റ്റ് നോക്കാം. First one, pituitary gland. Pituitary gland is the master gland or master endocrine gland situated in the brain just below the hypothalamus. It is also called hypophysis gland. The origin from ectoderm of the embryo. The shape of the pituitary gland is P-shaped. 2 gland, dual gland ആണ്. നോർമൽ ഹ്യൂമൻ ബീങ്സിൽ 2 ഗ്ലാൻഡുകൾ ചേർന്നു. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്ന 500 milligram to 900 milligram ആണ്, അപ് ടു 1 gram. അല്ലെങ്കിൽ ഡയമീറ്റർ ഇസ് 1 centimeter ഡയമീറ്റർ. ഇറ്റ് ഈസ് ലൈസ് ഓൺ ദ സെല്ല ടൂണിക്ക ഫോസ ഓഫ് എവിടെയാണ്? സ്പീനോയിഡ് ബോൺ. ഓക്കെ, കണക്ഷൻ ബൈ hypothalamus stack. Hypothalamus pituitary stack is the connection. Okay, then parts, it include anterior lobe and posterior lobe. It is connected by between a intermediate lobe. Intermediate lobe is non-functional in human beings. Above the intermediate lobe there is a pineal gland is situated. Okay, next, anterior pituitary gland is also called adenohypophysis because it containing adeno cells or secreting cells. It containing 2 types of cells, chromophilic cells and chромophobic cells. Chromophilic cells are 50%, chромophobic cells are 50%, and chromophilic cells are the secreting cell. It is again divided into 2 acidophilic and basophilic cells, അല്ലെങ്കിൽ alpha cell or beta cells. Next, acidophilic or alpha cells containing 2 hormone, SM hormone. SM means one is somatotropic and mammotrophic hormone, simply growth hormone and prolactin. Basophilic is CTG hormone. C means corticotropic hormone, thyroid stimulating hormone or thyrotropic hormone, and G for the gonadotropic hormones or FSH and LH. These are the hormones of anterior pituitary glands. Next, one more hormone, that is melanostimulating hormone. It is secreted by pineal gland just above the intermediate lobe of pituitary gland. Okay, at the next, posterior pituitary also called neurohypophysis. It include 2 types of cell. It is completely neural structure. Posterior pituitary is completely neural structure. It means neurons and supporting cells, അല്ലെങ്കിൽ neurons plus neuroglial cells. It include unmyelinated neurons and pituocytes. Unmyelinated neurons are the numbers of 10,000. The function is secrete hypothalamic hormones. Hypothalamusന്റെ posterior part പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ആർക്ക് വരുന്ന? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വരുന്ന, അല്ലേ? അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ന്യൂറോൺസ് എടുത്താൽ അതിൻ്റെ ആക്സോൺ ഉണ്ട്, അതുപോലെ തന്നെ സെൽ ബോഡി ഉണ്ട്, അതിൻ്റെ ടെർമിനൽ വെസിക്കിൾ ഉണ്ട്, അല്ലേ? അപ്പോൾ ആക്സോണിലാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു pituitary and cell body is situated on the
hypothalamus, and the vesicle is filled with hormones. Okay, and pituitary is the protective covering of the neurons. അല്ലേ, ഇത് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ്. ഫസ്റ്റ് ഹോർമോൺ ഈസ് ഓക്സിറ്റോസിൻ, സെക്കൻഡ് ഹോർമോൺ ഈസ് ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺസ്. ഓക്സിറ്റോസിൻ എന്താണ് ചെയ്യുന്നത്? ഓക്സിറ്റോസിൻ ഈസ് സെക്രീറ്റഡ് ബൈ supra ventricular nuclei of the hypothalamus, and ADH is by paraventricular nuclei of the hypothalamus. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 1 മാർക്ക് ചലഞ്ച് ഫോർ കേരള PSC DME സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ഒരു ഷോർട്ട് ടോപ്പിക്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമ്മൾ ഇനിയും എത്തും. അപ്പം അതുവരെ പുതിയ ടോപ്പിക്സുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.